ഹലോ, എന്താ പരിപാടി? എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. ഇത് എങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്ന സ്ഥലം നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുത്താലോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വൃത്തികേടാക്കിയതും ഞങ്ങൾ തന്നെയാണ്. അതായത് ഉത്തമാ, ഞങ്ങളുടെ വിൻഡോയിൽ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ബ്ലാക്ക് ഷീറ്റിനകത്ത് കൂടെ വെളിച്ചം അകത്തോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ആണ് ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് അവസാനം മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തികേടായി. പിന്നെ ഈ ബെഡ് പിന്നെ ഞങ്ങൾ ഡോളിന് വേണ്ടി മാറ്റി വെച്ചതാണെങ്കിലും ഇപ്പോൾ എന്ത് സാധനം പോയാലും അതിൻ്റെ പൊക്കത്ത് തപ്പിയാൽ മതി. കാരണം അച്ഛനമ്മയില്ലാത്ത എല്ലാം അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഈ താഴെ ഇരിക്കുന്ന ബോട്ടിലെല്ലാം കട്ടിലിൻ്റെ അടിയിലുള്ളതാണ് കേട്ടോ. ഞങ്ങൾ വൃത്തിയാക്കൽ പ്രമാണിച്ച് താഴത്തുനിന്ന് പുറത്തോട്ട് എടുത്തതാണ് ഇതെല്ലാം. ഞങ്ങളുടെ റൂമിൽ പിന്നെ ഒന്നിനും കുറവില്ല. മാതാവും കൃഷ്ണനും അള്ളാഹും എല്ലാം ഞങ്ങളുടെ റൂമിലുണ്ട്. അങ്ങനെ ഡോളിൻ്റെ ബെഡൊക്കെ ഞങ്ങൾ ആദ്യം സെറ്റാക്കി വെച്ചു. അതങ്ങോട്ട് സെറ്റാക്കിയപ്പോൾ തന്നെ പകുതി ആശ്വാസം, അല്ല മുക്കാൽ ആശ്വാസമായി. ബാക്കി ഡോളൊക്കെ പിന്നെ ഈ ട്രോളിയുടെ അടുത്താണ്, അതവിടെ സേഫായി ഇരിക്കുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വന്നു. ആദ്യം തന്നെ ഈ വെള്ളത്തിൻ്റെ ബോട്ടിലെല്ലാം ഒതുക്കി നമ്മൾ സെപ്പറേറ്റ് തിരിച്ചു വെച്ചു. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ പേരിലായിരിക്കും അടുത്തടി. കേട്ടിട്ടില്ല, അടുത്ത ലോക മഹായുദ്ധം വെള്ളത്തിൻ്റെ പേരിലായിരിക്കുന്നു. പിന്നെ ടോയ്സൊക്കെ കാണുമ്പോൾ ഇവിടെ ഏതാ കുട്ടികളെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ. പിന്നെ ടോയ്സ് എല്ലാം എടുത്ത് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലോട്ട് അങ്ങ് തള്ളി. അടുത്തത് നമുക്ക് എല്ലാം തൂത്തുവാരി വൃത്തിയാക്കാം. പിന്നെ നമ്മൾ ബെഡൊക്കെ അടുപ്പിച്ചിട്ടു. ഈ ബെഡ് ഇങ്ങനെ അടുപ്പിച്ചിട്ട കാരണമാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അറ്റ്ലാസ്റ്റ് നമ്മളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഇതൊക്കെ വാരിക്കളഞ്ഞ് തുടച്ചും കൂടെ എടുത്തപ്പോൾ സംഭവം സെറ്റായി. ഇപ്പം നോക്കൂ, ഞങ്ങളെല്ലാം വൃത്തിയാക്കി സൂപ്പറാക്കി എടുത്തപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ റൂം? കൊള്ളാമല്ലേ? കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെന്നേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഈ ബെഡൊക്കെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ഹോംലി ഫീലും കൂടിയാണ്. ഇതൊന്നും അല്ല ട്വിസ്റ്റ്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒട്ടിച്ച വിൻഡോ കാണണ്ടേ? രാവിലെ നീച്ചപ്പോൾ കണ്ട കാഴ്ച ഇതാണ്, ഫുൾ വെളിച്ചാകത്തോട്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഒട്ടിച്ച നമ്മൾ അരപ്പൊട്ടനാ? അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നാളെ ഞങ്ങൾ പിന്നെ ഒട്ടിക്കും. തെറ്റാവാണെങ്കിൽ ഞാൻ നാളെ കാണിക്കാവേ, അല്ലെങ്കിൽ എല്ലാം മറന്നു കളഞ്ഞേക്ക്. അപ്പോൾ ഓക്കെ.